ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ റെസിപ്പിയാണ്. ചക്കക്കുരു മുരിങ്ങയില കറിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 15 ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുരിങ്ങയിലയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനാദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ചക്കക്കുരു വേവിക്കാനായിട്ട് എനിക്ക് 2 വിസിൽ ആവശ്യമേ വന്നിട്ടുള്ളൂ. 2 വിസിലായപ്പോഴേക്കും ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 5-6 വെളുത്തുള്ളി ഉണ്ടാവും, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. വേണമെങ്കിൽ ചക്കക്കുരു ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ കയ്യിലുകൊണ്ട് തന്നെ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു തിക്കായിട്ടുള്ള കറി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ പിന്നെ കൂടുതൽ സമയം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളയൊന്ന് വന്നു തുടങ്ങിയാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്